പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ രസമാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഒഴിച്ചുകറിയാണ് രസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രസം കൂട്ടിയുള്ളൊരു ഊണെന്ന് പറയുന്നൊരു രസം തന്നെയല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 തക്കാളി എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പഴുക്കണ്ട, ഒരു മീഡിയം സൈസ് തക്കാളി അതൊന്ന് 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് നരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും കേട്ടോ, 2-3 പച്ചമുളകും കൂടെ ഒന്ന് കീറി അതിലേക്കിട്ട് നമുക്കതിലേക്കൊരു 1.5 കപ്പ് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പാകത്തിന് വേവാൻ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചതയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഉണക്കമുളക് ഒരു 3 എണ്ണം, ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, ഉടച്ചു കൊടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടിയപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് മൂക്കണ്ട, കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒരു മുക്കാലൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകുപൊടിയും ചേർത്തൊന്ന് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടി കേട്ടോ. കായം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് കിട്ടും നന്നായിട്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി കേട്ടോ, വാളൻ പുളിയാണ്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളവും കൂടെ ചേർത്ത് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ തിളയ്ക്കണം കേട്ടോ. രസമല്ലേ, ഇപ്പോൾ നന്നായിട്ടും തിളയ്ക്കണം. ഇളക്കി വേണം തിളപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടും തിളച്ച് കിട്ടും. തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ല രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. വീഡിയോ ഒക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.